രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്നു, ആളുകളെ കാണുന്നു, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, അതിൽ ഇടപെടുന്നു, തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുമായിട്ട് സംവദിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അത് പാർലമെൻറ്റിൽ ഉന്നയിക്കാം എന്ന് പറയുന്നു. പാർലമെൻറ്റിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ പോലും ഇപ്പോൾ ഭരണകക്ഷിക്ക് BJPക്ക് പേടി സ്വപ്നമാണ്. അവരുടെ നെഞ്ചകം തകർത്തുകൊണ്ടാണ് അദ്ദേഹം ഓരോ ദിവസവും പാർലമെൻറ്റിൽ ഇടപെട്ട് സംസാരിക്കുന്നത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഹൗസ് ഫുള്ളാണ്, ലോക്സഭ നിറഞ്ഞിരിക്കും. അതായത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തണം. അതിനുവേണ്ടി സകല BJP ഭരണകക്ഷി നേതാക്കളോടും വരാൻ പറയും. അവരുടെ ജോലി പിന്നെ രാഹുൽ ഗാന്ധി എഴുന്നേറ്റാലുടനെ കൂവാൻ തുടങ്ങുകയാണ്, ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിന് അവരെല്ലാവരും ഹാജരായിരിക്കും. മറുഭാഗത്ത് രാഹുൽജി പ്രസംഗിക്കുമ്പോൾ അവരുടെ മുന്നണി, അവരുടെ പാർട്ടി കോൺഗ്രസ്, ഇന്ത്യ മുന്നണി അവരെ പിന്തുണയുമായിട്ടെത്തും. അങ്ങനെ പാർലമെൻറ്റ് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ മോദി പ്രസംഗിക്കുന്നതിനേക്കാളും ഹൗസ്ഫുള്ളായിരിക്കും. അതാണ് ഇപ്പോഴത്തെ ലോക്സഭയിലെ വളരെ സവിശേഷമായൊരു സാഹചര്യം. ചുരുങ്ങിയ ദിവസം കൊണ്ട് വളരെ സമർത്ഥനായ ഒരു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വളർന്നുവെന്നാണ് പാർലമെൻറ്റിലും പുറത്തുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് ഇടപെടേണ്ട എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നുണ്ട്. ഒരുപക്ഷെ ഗവൺമെൻറ് വിചാരിച്ചത് സർക്കാർ കൊടുക്കുന്ന ഔദ്യോഗിക വസതിയിൽ ഉണ്ടുറങ്ങി അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവായി അഭിനയിച്ച് കഴിയും എന്നാണ്. അദ്ദേഹത്തിന് വീട് കൊടുത്തിട്ടില്ല, കൊടുക്കുമല്ലോ, അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ സജീവമായി ഇടപെടുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ രാഹുൽ ഗാന്ധിയിൽ ഇവരാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ലോക്സഭയുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സദാ ശ്രദ്ധാലുവാണ് എന്നുള്ളതാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട അംഗങ്ങളുടെ പെർഫോമൻസ്, പ്രകടനം എങ്ങനെയാണെന്ന് സശ്രദ്ധം വീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ, ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ഈയിടെ കേട്ടത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ലോക്സഭാംഗങ്ങൾക്ക് ഒരു ക്ലാസ് തന്നെ എടുത്തു എന്നാണ്. രാഹുൽ ഗാന്ധി ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന ശൈലി തന്നെയാണ് ഒരു നല്ല പ്രതിപക്ഷ നേതാവിന് വേണ്ടത്. പ്രതിപക്ഷം ഭരണപക്ഷത്തിൻ്റെ പിന്നാലെ സദാസമയവും ഉണ്ടായിരിക്കണം. അവരുടെ വീഴ്ചകൾ, അവരുടെ പരാജയങ്ങൾ അപ്പപ്പോൾ മനസ്സിലാക്കാനും എണ്ണിപ്പറയാനും അത് രാജ്യത്തിൻ്റെ മുമ്പിൽ വയ്ക്കാനും സർക്കാരിനെ കൊണ്ട് അതൊക്കെ തിരുത്തിക്കാനും പ്രതിപക്ഷത്തിന് കഴിയണം. അതാണ് നല്ല ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ശൈലി. ബ്രിട്ടനിലൊക്കെ ഒരു ഷാഡോ ഗവൺമെൻറ് തന്നെയുണ്ട്. അവിടുത്തെ രീതി അതാണ്. ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ ലേബർ പാർട്ടി പ്രതിപക്ഷത്ത് അവരൊരു ഷാഡോ ഗവൺമെൻറ് ഉണ്ടാക്കും. ഒരു ഷാഡോ പ്രധാനമന്ത്രി, ധനകാര്യങ്ങൾ നോക്കുന്ന ഒരു നിഴൽ മന്ത്രി, അതുപോലെ തന്നെ വ്യവസായം അല്ലെങ്കിൽ കൊമേഴ്സ്, അങ്ങനെ ഓരോരോ വകുപ്പുകൾക്ക്, വിദ്യാഭ്യാസത്തിന് എല്ലാ വകുപ്പുകൾക്കും ഒരു ഷാഡോ മന്ത്രി ഉണ്ടായിരിക്കും. ആ ഷാഡോ മന്ത്രിയുടെ അല്ലെങ്കിൽ നിഴൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടീമുമാണ് ആ വകുപ്പിനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ മുഴുകുക. സർക്കാരിന് വീഴ്ച സംഭവിക്കുന്നെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. ഇതാണ് ബ്രിട്ടനിലൊക്കെ നടക്കുന്ന ജനാധിപത്യ രീതി. നമുക്കിവിടെ അത്തരത്തിലുള്ള സങ്കല്പങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും. പക്ഷെ നിലവിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് ഈ ശൈലി അനുസരിച്ചുള്ള ഒരു പ്രവർത്തനമാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് മോഡി സർക്കാരിൻ്റെ കീഴിൽ സങ്കടപ്പെടുകയും അല്ലെങ്കിൽ ദുരിത ജീവിതം അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകൾ രാഹുൽ ഗാന്ധിക്ക് ചുറ്റും കൂടുമ്പോൾ അവർ വല്ലാതെ ഭയാശങ്ക ഉള്ളവരായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നേരിടാൻ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളുമായിട്ട് സംഘപരിവാരം രംഗത്ത് വരുന്നത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മൂന്നാം മോദി സർക്കാരായിട്ടും രാഹുൽ ഗാന്ധിയെ നേരിടാൻ അവരുടെ പക്കൽ നവീനമായ ആയുധങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഒരു പഴയ സ്റ്റൈലിൽ നിൽക്കുക, പഴയ യുദ്ധതന്ത്രങ്ങളാണ്. അദ്ദേഹത്തെ പപ്പു എന്ന് വിളിക്കുക, അദ്ദേഹത്തെ പരിഹസിക്കുക, അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കള്ളക്കഥകൾ, നട്ടാൽ കുരുക്കാത്ത കള്ളക്കഥകൾ, അത്തരം എത്രയോ കഥകളെ നേരിട്ടാണ്
അല്ലെങ്കിൽ ആരോപണങ്ങളെ നേരിട്ടാണ്, കള്ളപ്രചാരണങ്ങളെ നേരിട്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ വരെ എത്തിയത് എന്ന് അവർ ഓർക്കുന്നില്ല. ഇതിൽ നിന്നൊക്കെ പാഠം പഠിച്ച രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്. പഴയ അടവുകളും അഭ്യാസങ്ങളും ഒന്നും ഇനി നടക്കാൻ പോകുന്നില്ല. അതായത് തൃശ്ശൂർ പൂരത്തിന് കമ്പക്കെട്ട് ഒരുക്കുന്നവനെ ഓലപ്പടക്കം കാണിച്ച് ഭയപ്പെടുത്താൻ സാധിക്കുമോ? ഈ സംഘപരിവാരത്തിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അവരുടെ മനസ്സ് വളരെ പ്രാചീനമാണ്, പ്രാചീന കാലത്തെ മനസ്സാണ്. നമുക്കറിയാം അവരെ നന്നായിട്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ അവർ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ സ്വത്തും പണവും കൈവശപ്പെടുത്തി അത് മുസ്ലിങ്ങൾക്ക് വീതിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രചാരണം നടത്തിയ പാർട്ടിയാണിത്. അതുപോലെ തന്നെ ഞാൻ ദൈവമാണ് എന്ന് നാട്ടുകാരോട് വീരസ്യം പറഞ്ഞ ടീംസാണ്. അവരിൽ നിന്ന് ഇത്തരത്തിലുള്ള കള്ളപ്രചാരണങ്ങൾക്കപ്പുറത്ത് ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല.